കഥ കസേരകളി കഥകളി. പണ്ട് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി ലീഡറുടെ വീട്ടിൽ മുടങ്ങാതെ കയറി ഇറങ്ങി ഓരോ വിക്രികൾ കാട്ടിക്കൂട്ടിയ ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് ഉപദേശിച്ചിരുന്നെങ്കിൽ ഗണേശൻ ഇത്രയൊക്കെ പറയേണ്ടി വരില്ലായിരുന്നു. ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്നാൽ തോറ്റുപോകും CPM-നോടെന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അയച്ച, അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ. അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറ തെമ്മാടിത്തനാണോ പറയുന്നത്? എടാ നീ പറഞ്ഞ ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറോ? രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായോ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. പണ്ട് കരുണാകരന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് മുണ്ടിന്റെ ഇടയിൽ ഏത്തപ്പഴം തിരികൊണ്ട് ആളുകളകത്തേക്ക് പോകുമായിരുന്നു. ഇതൊക്കെ അറിയണം, കോൺഗ്രസ്സുകാരെ തനിയാറ അറിയാൻ വേണ്ടി പറയുന്ന. ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും, മുഖ്യമന്ത്രിയാ ഭയങ്കര പ്രൗഢിയാ, പോലീസും എല്ലാം നിൽക്കുകയാണ് ഇങ്ങനെ, ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറിയൊക്കെ വിളി നിൽക്കുക. അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും. എന്നിട്ട് തൊലിച്ചേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്തുനിന്ന് ഇറങ്ങി. അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും DGPയും അടക്കമുള്ളവർ ധരിക്കണം. എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവരെ ഇത്തരം ഒരു തെമ്മാഴിത്തരം പറഞ്ഞിട്ട്, ഡേ നീ പറഞ്ഞ ശരിയായില്ല, പാടില്ല, ആവർത്തിക്കാൻ പാടില്ല, ക്ഷമ ചോദിക്കണം. അന്തസ്സുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരൻ കരുണാകരന്റെ ആത്മാവിനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത്. നീ തല്ലിയാവൻ ചത്തു. കേസ് നടത്താൻ എന്റെ പണമില്ല. അല്ല മുതലാളി, ഒരു തല്ല് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമസഭയിലേക്കായാലും ലോക്സഭയിലേക്കായാലും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ രണ്ട് ഒച്ചയും വെളിയും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ കോൺഗ്രസ്സേ അല്ലാത്ത പോലെയാണ്. ഇത്തവണ ആദ്യ പട്ടിക കണ്ടിട്ടും ആരെയും കാണാത്തതിനാൽ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സീറ്റ് കിട്ടുമെന്ന് കരുതി ക്ഷമിച്ച് കാത്തിരുന്ന ക്ഷമ അക്ഷമയായി രംഗത്ത് വന്നത്. എനിക്കെന്താ സങ്കടം എന്ന് പറഞ്ഞാൽ, എൻ്റെ നേതാവ് രാഹുൽജി പറഞ്ഞിരിക്കുക കഴിഞ്ഞ മഹിളാ കോൺഗ്രസ് പ്രോഗ്രാം കൊച്ചിയിൽ നിന്ന് 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 50% സ്ത്രീ മുഖ്യമന്ത്രി ആയിരിക്കണം. സ്ത്രീകൾ സ്റ്റേജുമില്ല, സ്ത്രീകൾ താഴ്ത്തിരിക്കുക, സ്റ്റേജുമിൽ ഇരിക്കണം. അപ്പം എൻ്റെ ഒരേ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, കേരളയിലെ നേതാവുകൾ രാഹുൽ ഗാന്ധി പറയുന്നത് ചിലപ്പം കേട്ടിട്ട് മുന്നോട്ട് പോകണം. സ്ത്രീകൾക്ക് നിങ്ങൾ പ്രതിനിധി കൊടുക്കണം. ഇവൾ എന്താ ധരിച്ചത്? സാരിയല്ലേ? ബ്ലൂ സാരി. പോലീസ് സ്റ്റേഷന്റെ മുറ്റമായി പോയി, ഇല്ലെങ്കിൽ എന്റെ നാക്ക് ചൊറഞ്ഞു വന്നതാ. പോലീസ് സ്റ്റേഷന്റെ മുറ്റമല്ലേ, അമ്പലമുറ്റമൊന്നും അല്ലല്ലോ. നാക്ക് ചൊറഞ്ഞപ്പോ ആ ചൊറിച്ചിലങ്ങ് മാറ്റായിരുന്നില്ലേ? അവള് പറഞ്ഞപ്പോ മിണ്ടാന്ന് കേട്ടിട്ട് 3 പേരും കൂടെ ഇവിടെ വന്ന് ബലം ഉണ്ടാക്കിയിട്ടുണ്ട കാര്യം. അങ്ങനെയല്ല പറഞ്ഞത്. ഷെമ മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് ശരിയാണ്. ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല, ഞങ്ങൾക്ക് വിഷമമുണ്ട്. എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ, എൻ്റെ നേതാവ് രാഹുൽജി എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടി മുന്നോട്ടുണ്ട്. അതെനിക്ക് പറയാൻ പറ്റൂ. എനിക്കറിയാം രാഹുൽ ഗാന്ധിജി. നീ ഇവിടെ അറിയുമോ? ഇവരെ ഞാൻ അറിയും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വീടുകളിൽ പോയി ബേളം ഉണ്ടാക്കുന്ന ഇവരെ പണി. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ രാഹുൽ ഗാന്ധിജിക്ക് ഇവിടുത്തെ നേതാവ് പിന്തുണ കൊടുക്കണം. എന്റെ സ്ത്രീകൾക്ക് ശക്തി കൊടുക്കണം, പ്രതിനിധി കൊടുക്കണം. അവരെ തോൽപ്പിക്കരുത്. സ്ത്രീകൾക്ക് തോൽപ്പിക്കുന്ന സീറ്റല്ല, നല്ല സീറ്റും കൊടുക്കണം. അതുകൊണ്ട് കഴിവുള്ള പെണ്ണുങ്ങൾ ഇല്ലാഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ, ഇതിപ്പോ അങ്ങനെയാണോ? കഴിവുള്ള സ്ത്രീകളും ഉണ്ടല്ലോ, അവരെയും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണ്ടേ പാർട്ടി? ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് MPമാരൊക്കെ മത്സരിച്ച് വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല. സ്ത്രീകളുടെ മനഃശാസ്ത്രം നീ എന്നെ പഠിപ്പിക്കും. അക്കോർഡിംഗ് ടു ഫീമെയിൽ ഹ്യൂമൻ സൈക്കോളജി മിണ്ടാരിടാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ തലക്കകത്ത് എന്താടാ തേങ്ങാ പിണ്ണാക്കാണ്? മലബാർ ഏരിയയിൽ ഒരു ന്യൂനപക്ഷത്തിനോട് വേറെ പാർട്ടി ഉണ്ടല്ലോ, അവിടെ ആ പാർട്ടി ഉണ്ടല്ലോ, അവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ട്, അത് ശരിയല്ല. ഇവിടെയും ന്യൂനപക്ഷം വളരണം, ഇവിടെയും അവർക്ക് സ്ഥാനം കൊടുക്കണം. മറ്റേത് വേറെ പാർട്ടി, ഇതൊരു മതേതര പാർട്ടിയിലുണ്ട് നമ്മളെല്ലാം വരുന്നത്. ഇനിയൊരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും. എനിക്ക് കൂടി, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി, നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കൂടി കുറ്റബോധമുള്ള കാര്യമാണ്. വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല. സത്യമല്ലേ ഇത്? ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ എവിടെയും കോൺഗ്രസ് പാർട്ടിയാണ്. എൻ്റെ മനസ്സിലും എൻ്റെ എല്ലാത്തിലും കോൺഗ്രസ് ആണ്. ഇപ്പം ഞാൻ കെ സുധാകരൻ ഇന്നിവിടെ സ്ഥാനാർത്ഥി, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സുധാകരേട്ടൻ ഒരു സീനിയർ നേതാവാണ്, എന്നോട് ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു.
അവരിനി ഒരു കാര്യവും അങ്ങനെ പറയില്ല. അവർ പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. ഒരു പാവം കുട്ടിയാണത്. നമ്മളെന്തിനാ അതിനെക്കുറിച്ച് പറയണം? പാവം. എടാ ഇന്ന് അവള് നമ്മളെ കൊച്ചാക്കിയിട്ട് പോയി. തോമസ് ഊട്ടി പറഞ്ഞതുപോലെ നമ്മൾ ആകെ നാറി. അതിന് അവിടെ വെച്ച് നമ്മൾ വിളിച്ചു കൂവിട്ട് കാര്യമൊന്നുമില്ല. വീണ്ടും നാറത്തേ ഉള്ളൂ.